ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പൊടി പിടിച്ചതൊക്കെ സോഫ്റ്റ് ടോയ്സും സ്കൂൾ തുറക്കണ കാരണം ഇത് എടുത്ത് വയ്ക്കാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കാൻ പോവാം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ എടുത്ത് വയ്ക്കലാണ് പണി. കഴുകി എടുത്ത് വയ്ക്കുക. ഡിയേഴ്സ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാലേ ഇങ്ങനത്തെ എല്ലാ പാവകളും എടുത്ത് കഴുകി വൃത്തിയാക്കിയില്ല കേട്ടോ. ഞാൻ പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ പൊടി പിടിച്ചിട്ട് നിറയെ പൊടിയായി. അപ്പോൾ ഒരു പ്രാവശ്യം കഴുകിയെല്ലാം ഉണക്കി റെഡിയാക്കി തരുന്നു. അപ്പോൾ വീണ്ടും ഒരു 1.5 വർഷത്തെ പൊടി വീണ്ടും ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കണം. ഇതിൽ ഈ ഒരു പാവം മാത്രമേ ഞങ്ങളുടെ രണ്ടാമത്തെ മോൻ്റെ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം മൂത്ത മോൻ്റെയും പിന്നെ എൻ്റെയൊക്കെയാണ്. ഇത് എൻ്റെയാണ്. എനിക്ക് ഭയങ്കര പ്രാന്തായിരുന്നു പാവക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ. ഭയങ്കര പ്രാന്തുള്ള ഒരാളായിരുന്നു കേട്ടോ പാവക്കുട്ടികളോട്. ഞങ്ങളുടെ 2 മക്കളുടെ ഉണ്ട്. മക്കളുടെ മൂത്തവൻ്റെയാണ് കൂടുതൽ കേട്ടോ. രണ്ടാമത്തവൻ്റെ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. മൂത്താളുടെയാണ് ഇതൊക്കെ. പിന്നെ ഈ പാവക്കുട്ടി എൻ്റെ നീലിന്ന് പേരിട്ട് വിളിച്ചിരുന്ന ഒരു പാവക്കുട്ടിയാണ്. നീലിപ്പെണ്ണ്. എൻ്റെ നീലിപ്പെണ്ണ് കിടന്നുറങ്ങണോ അതിൽ. പിന്നെ ഒരു ഒട്ടകുണ്ട്. ഒട്ടകത്തിൻ്റെ അടുത്ത് കൂട്ടാ ക്യാമൽ ഇതാ ഞങ്ങൾ ദുബായിൽ നിന്ന് മേടിച്ചതാണേ. പിന്നെ മൊയലച്ചനുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതിൽ. ഇത് മോന് സമ്മാനം കിട്ടിയതാണ് അവൻ്റെ ബർത്ത്ഡേക്ക്. പിന്നെ കുറേ ആൾക്കാരുണ്ട്. ആനക്കുട്ടി ഉണ്ട്, മിക്കി ഉണ്ട്, പൂച്ചക്കൂട്ടനുണ്ട്, കുറേ ഉണ്ട്. എൻ്റെ ഒരു പാവക്കുട്ടി വേറെ ഉണ്ട് കേട്ടോ. അതിനങ്ങനെ കഴുകാൻ പറ്റില്ല. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ. പക്ഷേ നല്ലതാണ് കേട്ടോ. വലിയൊരു പാവക്കുട്ടി. ശരിക്കൊരു 1 വയസ്സിന് താഴെയുള്ളൊരു കുട്ടീനെ പോലെ തോന്നും. ഒരു പെൺകുട്ടീനെ പോലെ തോന്നും. അവളുടെ പേര് റോസി. ഇതാണ് മിക്കി. ഇപ്പം ഈ ഒരു മിക്കീനെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടാമത്തെ മോൻ്റെ മാമുദിസ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സെയിം മിക്കികളായി. ഈ മിക്കി മോൻ്റെ ആയിരുന്നു. ഇപ്പോൾ ഒരു മിക്കീനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അതെ അവ എല്ലായിടത്തും കാണിച്ചു തരാം കേട്ടോ. അതെ പ്ലൂട്ടോ നായ്ക്കുട്ടി. കുറേ എണ്ണം ഉണ്ട്. എനിക്ക് ഭയങ്കര ക്രേസുള്ളൊരു സാധനമാണ് കേട്ടോ പാവകൾ. സോഫ്റ്റ് ടോയ്സ് കുറേ എണ്ണം ഉണ്ട്. ഇങ്ങനത്തെ അല്ലാത്തതും ഉണ്ട് കേട്ടോ കുറേ എണ്ണം. കുറേയൊക്കെ നാശമായി പോയിട്ടുണ്ട്. നാശമാവാത്ത കുറേ എണ്ണത്തിന് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുരങ്ങച്ചുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി ഉണക്കിയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അപ്പം ഇനി ഇതുപോലെ വീടുകളിൽ ഇരിക്കുന്നതൊക്കെ അതുപോലെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി എടുക്കാവുന്നുള്ള കേടൊന്നും വരില്ല. സ്റ്റിച്ച് വെട്ടിയിട്ടുള്ളതാണെങ്കിൽ ഇത് തുന്നലൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ തുന്നിയിട്ടിട്ടോളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഇതുണ്ടല്ലോ എന്താ പറയുക പഞ്ഞി, അതൊക്കെ പുറത്തേക്ക് പോരും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.